എഐവൈഎഫ് നേതാവ് ഷാഹിനയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുൻപ് ആരെയും പ്രതിസ്ഥാനത്ത് നിർത്തരുതെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ.പി. സുരേഷ് രാജ്. പാർട്ടി ഷാഹിനയ്ക്കൊപ്പമാണ്. പാർട്ടിക്കാരായ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്ക് ഈ പാർട്ടിയുമായി ഒരു ബന്ധവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എഐവൈഎഫ് കുമരംപുത്തൂരിൽ സംഘടിപ്പിച്ച ഷാഹിന അനുസ്മരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അനുശോചന യോഗത്തിൽ നിന്ന് ലീഗും യൂത്ത് കോൺഗ്രസും വിട്ടുനിന്നു. ഷാഹിനയ്ക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനുള്ള ഏത് അന്വേഷണവുമായും പാർട്ടി സഹകരിക്കും. അന്വേഷണം തീരും മുമ്പ് ആരെയും മുൾമുനയിൽ നിർത്തരുത്. പാർട്ടിയുമായോ പാർട്ടി നേതാക്കളുമായോ ഷാഹിനയ്ക്ക് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ലെന്ന് മരിക്കുന്നതിന് തലേദിവസം വരെയുള്ള അവരുടെ ഇടപെടലുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഷാഹിനയെക്കുറിച്ചോ നേതാക്കളെക്കുറിച്ചോ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. ഇവിടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പല വാർത്തകളും വരുന്നുണ്ട്. ഇതിനു മുമ്പ് പരാതി കൊടുത്തിരുന്നു, ഒരു പരാതിയും കിട്ടിയിട്ടില്ല. ഞാൻ എന്നെ വിളിച്ച പത്രക്കാരോടൊക്കെ പറഞ്ഞു, ഷാഹിനയെക്കുറിച്ചോ ഷാഹിനയുടെ പ്രസ്ഥാനത്തെക്കുറിച്ചോ ഷാഹിനയുടെ പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും സഖാക്കളെക്കുറിച്ചോ ഒരു പരാതിയും ആരും മണ്ണാർക്കാട്ട് നിന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്ക് തന്നിട്ടില്ല, യുവജന ഫെഡറേഷൻ നേതാക്കന്മാർക്ക് തന്നിട്ടില്ല. എഐവൈഎഫിന്റെ ജില്ലാ സെക്രട്ടറി ഷാജഹാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഷാജഹാനോട് ചോദിച്ചു, വല്ല പരാതിയും പറഞ്ഞു? ഒരു പരാതിയും പാർട്ടി നേതാക്കന്മാരെ കുറിച്ച് ഞങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടില്ല എന്ന സത്യസന്ധമായിട്ടുള്ള വസ്തുത കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മരണത്തെ ചുറ്റിപ്പറ്റി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഗുണകരമായിട്ടുള്ള കാര്യമല്ല, അതുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. തീർച്ചയായും അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൽ നിന്നും നമ്മൾ എതിർക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അതിനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അത്തരത്തിലൊരു വിവാദം പൊട്ടിപ്പുറപ്പെടാൻ ഇടയായ സാഹചര്യം എന്താണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഷാഹിനയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ സാഹചര്യം പരിശോധിക്കണം. പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിപ്പോയവർ അല്ലെങ്കിൽ പാർട്ടിക്ക് അകത്തുള്ളവർ ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കണം. പ്രതിപക്ഷ പാർട്ടികളാരും ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണെന്നും കെ.പി. സുരേഷ് രാജ് പറഞ്ഞു. പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പോയവർ അല്ലെങ്കിൽ അകത്തുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിദ്വേഷമുള്ളവർ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിഷയമായിട്ട് മാറാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എല്ലാ പാർട്ടിയിലെ ആളുകളോട് പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഉണ്ട്, CPM ഉണ്ട്, NCP ഉണ്ട്, ലീഗിന്റെ ആരും വന്നിട്ടില്ല ഒന്നുമില്ല. മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും ഇവിടെ ഉണ്ട്. INLന്റെ കേരള കോൺഗ്രസ് ഉണ്ട്. സാധാരണ പ്രതിപക്ഷ പാർട്ടികളാണ് ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുക. അങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ അതിൻ്റെ അങ്ങനൊരു സംശയത്തിന്റെ നിലയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതിനുണ്ടെങ്കിൽ ഇതിന്റെ മുമ്പ് വേണ്ടതാണ്. അവരങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, കാരണം അവർക്കും ഇതൊക്കെ ബോധ്യപ്പെട്ട കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വസ്തുതകൾ എന്താണ് എന്ന് പഠിച്ചിട്ട് വേണം ആളുകൾ അഭിപ്രായം പറയാനും നിലപാട് സ്വീകരിക്കാനും. അപ്പൊ അതുകൊണ്ട് ഷാഹിനയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാവട്ടെ, അത് പോലീസ് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ആ കുറ്റക്കാർക്ക് പാർട്ടിയുമായിട്ടോ എഐവൈഎഫുമായിട്ടോ വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയൊരു ബന്ധമുണ്ടെങ്കിൽ ഞങ്ങളത് അന്ന് അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ബോബി ജോയ് ഓണക്കൂർ അധ്യക്ഷത വഹിച്ചു. ഷാഫി നറുക്കോട്ടിൽ, DCC സെക്രട്ടറി P. അഹമ്മദ് അഷ്റഫ്, CPM ലോക്കൽ സെക്രട്ടറി ഐലക്കര മുഹമ്മദ് അലി, NCP മണ്ഡലം പ്രസിഡന്റ് സദക്കത്തുള്ള പടലത്ത്, ജോസ് കൊല്ലിയിൽ, INL ജില്ലാ പ്രസിഡന്റ് KV അമീർ, മണികണ്ഠൻ പൊറ്റശ്ശേരി, AK അബ്ദുൾ അസീസ്, കബീർ മണ്ണാർക്കാട്, ഷാജ് മോഹൻ, ഗിരീഷ് ഗുപ്ത എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.